എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ വ്ളോഗിൽ ഓണസദ്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്ത കുറച്ച് പ്രിപ്പറേഷൻസ്, അതായത് ഗ്രോസറി ഷോപ്പിംഗ് ഓൺവേർഡ്സ് അടുക്കളയിലെ ഒരുക്കങ്ങൾ വരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ 10 മാസമുള്ള കുഞ്ഞിനെ വെച്ച് ഒറ്റയ്ക്ക് ഇത്രയും വിഭവങ്ങൾ സദ്യയ്ക്ക് തയ്യാറാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിനേക്കാളും വളരെ നന്നായിട്ട് സദ്യ തയ്യാറാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സദ്യ സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും അതുപോലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം സദ്യ ഒരുക്കാൻ പോകുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനവും അതുപോലെ തന്നെ ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. നല്ലൊരു സദ്യ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് തന്നെയാണ് വേണ്ടത്. ഓണത്തിനൊരു 2-3 ദിവസം മുന്നേ നമുക്ക് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഏതൊക്കെ ഐറ്റംസ് സദ്യയ്ക്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യ വിഭവങ്ങളെന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് നമ്മൾ എണ്ണത്തിൽ കൂട്ടിട്ടോ. ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഫ്രിഡ്ജിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ലെഫ്റ്റ് ഓവർ ഉണ്ടോ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗ്രോസറീസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. നമ്മുടെ സദ്യയ്ക്ക് വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ അധിക ചിലവ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ആ ലാസ്റ്റ് മിനിറ്റിലുണ്ടാവുന്ന ഒരു റഷൊക്കെ ഉണ്ടാവുമല്ലോ ഓണത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളൊരു 2-3 ദിവസം മുന്നേ നമ്മൾ ഗ്രോസറീസും വെജിറ്റബിൾസൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. സദ്യ ഒരുക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ് വെജിറ്റബിൾ കട്ടിങ്. അതാണ് ഈ തകൃതിയായിട്ട് നടക്കുന്നത് കേട്ടോ. സദ്യ തയ്യാറാക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിയലിനുള്ള കഷ്ണങ്ങൾ, സാമ്പാർ, പയർ മെഴുക്ക് പുരട്ടി, ഓലൻ, ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ മുൻകൂട്ടി തലേന്ന് കട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഓലൻ്റെ കഷ്ണങ്ങൾക്കൊരു പ്രത്യേകതയല്ലേ, എനിക്കതിന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കാനായിട്ട് ടൈം എടുക്കാറുണ്ട് കേട്ടോ. സോ ഓലനുള്ള കഷ്ണങ്ങൾ ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി എയർ ടൈറ്റ് ബോക്സിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ തോരൻ ക്യാബേജാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചോപ്പറൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സദ്യയുടെ ഡേ തന്നെ ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. പിന്നെ ചെറിയുള്ളി, സവാള, വെളുത്തുള്ളി ഇവ ജസ്റ്റ് പീൽ ചെയ്തിട്ട് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഡേ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. സദ്യയിൽ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് തൈര്. സോ ഞാനത് തലേന്ന് രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് നന്നായിട്ട് പുളിയാകാനായിട്ട് മുൻകൂട്ടി കേട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി നമുക്ക് നല്ല കട്ട തൈര് കിട്ടാനായിട്ട് നമ്മൾ പാല് ചൂടാക്കണ സമയത്ത് നന്നായിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി പാട വരണ വരെ നമ്മൾ ഇളക്കണം കേട്ടോ. അതിന് ശേഷം കേട് ഇട്ടതിന് ശേഷം ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് നല്ല കട്ട തൈര് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പുളിഞ്ചി, മാങ്ങാച്ചാറ് ഇതൊക്കെ ഞാൻ തലേന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 1-2 ദിവസം മുന്നേ നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആ സദ്യ ദിവസത്തെ ഉണ്ടാകുന്ന ഹറിബറിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഒഴിവാക്കാൻ പറ്റും. ഈ മാംഗോ പിക്കിൾ വളരെ സിമ്പിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ ഉപ്പും മുളക് പൊടിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്കത് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. എൻ്റെ സദ്യ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യണ ഒന്നാണ് ഈ ഒരു പൾസസ് കുക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് തലേന്ന് രാവിലെ തന്നെ സോക്ക് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് രാത്രി ഞാനത് കുക്ക് ചെയ്തിട്ട് നൈറ്റൊക്കെ ആയപ്പോൾ തന്നെ കുക്ക് ചെയ്തിട്ട് അത് കൂളായതിന് ശേഷം പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം എലിശ്ശേരി ഉണ്ടാക്കാനായാലും അതുപോലെ കൂട്ടുകറി ഉണ്ടാക്കാനായാലും പരിപ്പ് കറി, സാമ്പാർ ഇതിനൊക്കെ നമുക്ക് പൾസസ് വേണം. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കൂളായതിന് ശേഷമാണ് കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാണ്ട് നല്ല ഈസി ആയിട്ട് കുക്കിംഗ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് അത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചു. ഏകദേശം ഒരു 2 തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണെന്ന് പറയാം തേങ്ങേനെ. അത്രയും എല്ലാ കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തേങ്ങ. ഇനി തേങ്ങ തികഞ്ഞില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനിതുപോലെ 2 പാക്കറ്റ് ഗ്രേറ്റഡ് കോക്കനട്ടിൻ്റെ 2 പാക്കറ്റ് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു.
നെക്സ്റ്റ് ഞാൻ ചെയ്തത് കുറച്ച് കോക്കനട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ നമുക്ക് മസാലക്കറി കൂട്ടുകറി ഉണ്ടല്ലോ അതിലും അതുപോലെ തന്നെ എലിശ്ശേരിയിലൊക്കെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇടുമല്ലോ. അപ്പം അതിൻ്റെ സദ്യയുടെ ദിവസം ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രാത്രി തന്നെ നന്നായിട്ടത് ഫ്രൈ ചെയ്തിട്ട് കൂളായതിനു ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ശർക്കര ഉപ്പേരി കായുപ്പേരി അതൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ സദ്യ ദിവസത്തെ ഒരു ഹറിബറിയൊക്കെ നമുക്ക് അങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ പപ്പടം കൊണ്ടാട്ടം ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിറപ്പൊക്കെ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കാം. സദ്യയുടെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തത് പഴം പുഴുങ്ങലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ട് ഇതുണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. കാരണം എന്തായാലും പഴം നമുക്കൊരു സദ്യയുടെ വിഭവമാണ്. അപ്പോൾ പഴത്തിൻ്റെ ഒപ്പം പോകാവുന്ന ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ദിവസം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പുമാവാണ് സെലക്ട് ചെയ്തത് കേട്ടോ. തലേന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ എടുത്തിട്ട് കറി ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യം ചെയ്തത്. കാരണം ഏറ്റവും എളുപ്പമാണ്. ഓൾറെഡി ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമാധാനവും. എനിക്കങ്ങനെയാണ്. അപ്പോൾ കുറച്ച് കറീസൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു ആശ്വാസം വരും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു കാര്യം ഇതിൽ ചെയ്തത്, നമ്മൾ എന്തെങ്കിലും കറി കുക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റ് എ ടൈം ഞാൻ 2 കറി കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ കുക്ക് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും അരയ്ക്കാനോ പൊടിക്കാനോ അതല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാനോ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ആ ഒരു ടൈം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ടൈം ലാഭിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ സദ്യ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭയങ്കര മെസ്സി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ആ കുക്ക് ചെയ്യുന്ന ടൈം നമുക്ക് ചിലപ്പം വെജീസൊക്കെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് ടൈമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ അപ്പോൾ വരണ പാത്രങ്ങളും എല്ലാതും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനായിട്ട് അങ്ങനെ തുടച്ചിടാറുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഒരുപാട് പാത്രങ്ങളും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ആകെ വൃത്തികേടായിട്ട് നമുക്ക് ഭയങ്കര ഒരു ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ഒരു ഫീലിംഗ് ഒക്കെയാണ് സദ്യ കഴിയുമ്പോൾ. നാടൻ നെല്ലിക്ക ഉപ്പിലിട്ടത്, അച്ചാറ്, അവിയൽ, മെഴുക്ക് വരട്ടി, ക്യാബേജ് തോരൻ, ബട്ടർ മിൽക്ക്, പാലട പായസം, പിന്നെ പഴം, ശർക്കര വരട്ടി, നമ്മുടെ ഉപ്പേരി, പരിപ്പ്, ബീട്രൂട്ട് പച്ചടി, മത്തങ്ങ എരിശ്ശേരി, ഇത് നമ്മുടെ കിച്ചടി, വെള്ളരിക്ക കിച്ചടി, ഓലൻ, കൂട്ടുകറി, മോര് കറി, പുളിയിഞ്ചി, ചോറ്, സാമ്പാർ, പപ്പടം. ഈ വാഴയില നമ്മൾ അടുത്തുള്ള ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് തുറന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. അതായത് $2.5 നമ്മുടെ നാട്ടിലൊരു 150 രൂപയോളം വരും. അത് വെള്ളത്തിലായി. കഷ്ടി ഞങ്ങൾക്കൊരു 2 ഇല കിട്ടിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നേ ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യയുടെ ദിവസത്തിലുണ്ടാവുന്ന ആ ഒരു റഷും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നമുക്ക് സദ്യ ഒരുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല നമ്മൾ വിചാരിച്ചേക്കാളും കുറച്ച് നേരത്തെ സദ്യ കഴിയുകയും ചെയ്യും കേട്ടോ. എല്ലാം ഒരുക്കി കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. നിങ്ങളുടെ സജഷൻസും കമൻസും എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. നല്ല ഒരു നാളേക്കായിട്ട് ഞാൻ വിഷ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.